ഹായ് ഓൾ. സോ നമ്മളിന്ന് കെമിക്കൽ കൈനറ്റിക്സ് നമ്മുടെ നീറ്റാൾട്ടിമ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളിന്ന് കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററാണ് നോക്കുക. നമ്മളിപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഏതാ നോക്കുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് ആണ് നോക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, എന്നാൽ ഒരു 2 ചോദ്യം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 2 ചോദ്യമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഷുവറായിട്ട് ഒരുവിധം വൃത്തിക്ക് പഠിച്ചാൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എന്തിൽ നിന്ന് വരിക, കൈനറ്റിക്സിൽ നിന്ന് വന്ന ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ അങ്ങനെയാണ് കേട്ടോ, ഈസി ചാപ്റ്റേഴ്സാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻസിൻ്റെ റേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആൻഡ് ദെൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോസ് ആൻഡ് ദെൻ തിയറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറീനിയസ് തിയറിയും കൊളീഷൻ തിയറിയും ഒക്കെ വരുന്ന ഏരിയ. അപ്പോൾ ഇതുവരെയുള്ളൊരു പ്രീവിയസ് റെക്കോർഡ് ഈ ചാപ്റ്ററിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു 4 പോർഷൻസിൽ നിന്ന് ഏതാണ്ട് ഈക്വൽ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേറ്റ് ഓഫ് റിയാക്ഷനിൽ നമുക്ക് ഏതാണ്ട് 20% ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ. അതായത് ഇപ്പോൾ ഒരു 2013 മുതലുള്ള കണക്ക് നോക്കി ഒരു 20% ക്വസ്റ്റ്യൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു 20% ക്വസ്റ്റ്യൻസ് ഫാക്ടേഴ്സ് അഫക്റ്റ് നിന്ന് വന്നിട്ടുണ്ട്. 20% ക്വസ്റ്റ്യൻസ് തന്നെയാണ് തിയറീസിൽ നിന്നും വന്നിട്ടുള്ളത്. ഓക്കെ, കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോയിൽ നിന്നാണ് 40% ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞ കൊല്ലം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ തിയറീസ് അറീനിയസിൻ്റെ അവിടെ നിന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. മറ്റേ ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റിൽ നിന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ എനിവേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു പോർഷനും ഇമ്പോർട്ടൻ്റ് അല്ല എന്നും പറഞ്ഞ് തള്ളാനില്ല, ഒരു പോർഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിക്കാനുമില്ല. സോ ബേസിക്കലി എല്ലാത്തിനും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിലുണ്ട്? കെമിക്കൽ കൈനറ്റിക്സിലുണ്ട്. നിങ്ങൾക്കറിയാം ചാപ്റ്റർ വളരെ ചെറുതാണ്. ഓക്കെ, എല്ലാ പോർഷൻസും തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? കൈനറ്റിക്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ പോർഷൻസും ഒരേ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പോർഷൻസ്, റേറ്റ് ഓഫ് റിയാക്ഷൻസും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റും, ഈ 2 നിന്ന് വരുന്ന കുറച്ച് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ടല്ലോ മക്കളെ, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈ ഒരു റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഹൗ ടു എക്സ്പ്രസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ആ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? സപ്പോസ് ദാറ്റ് നമ്മുടെ കയ്യിലൊരു റിയാക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ H2 + I2 gives 2HI. ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മുടെ അടുത്ത് ഉണ്ടെന്നിരിക്കട്ടെ. വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് നമ്മൾ എങ്ങനെ റേറ്റ് എക്സ്പ്രസ് ചെയ്യും? വാട്ട് ഈസ് മെൻ ബൈ റേറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെൻ ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഇറ്റ് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് എ റിയാക്ഷൻ ഒക്കേഴ്സ് അല്ലേ? ഒരു റിയാക്ഷൻ ഒക്കർ ചെയ്യുന്ന സ്പീഡാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്? Yes, we express it as the change in concentration with respect to time. ടൈമിൻ്റെ മാറ്റത്തിനനുസരിച്ച് കോൺസെൻട്രേഷൻ എന്നാ വ്യതിയാനമാണ് വരുന്നത്, അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയണത്? റേറ്റ് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ പറയണത്. ആണ്. സോ ഇവിടെ ഇപ്പോൾ റിയാക്ടൻ്റ് ആയ ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റേറ്റ് പറയണം. നമ്മൾ എങ്ങനെ പറയും? റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ with respect to change in time. So this is rate of this reaction with respect to hydrogen. And ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും. അത് നിങ്ങൾക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടൈം ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുവാണ്? കുറയുവാണ്. റിയാക്ടൻ്റ് ആയതുകൊണ്ട് ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കുറയുവാണ്. ആ കുറയലിനെ കാണിക്കാൻ നമ്മൾ എന്തും ചെയ്യും? ഒരു നെഗറ്റീവ് സൈനോട് ഇട്ട് കൊടുക്കും അല്ലേ? സോ മൈനസ് ഡെൽറ്റ ചേഞ്ച് ഇൻ മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ദിസ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ആൻഡ് വിത്ത് റെസ്പെക്ട് ടു I നമ്മൾ എങ്ങനെ എഴുതും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ഡിവൈഡഡ് ബൈ change in time. This is rate of disappearance of iodine. And with respect to HI, ഈ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? with respect to HI
change in concentration of HI divided by change in time. And with respect to time, HIയുടെ concentration കൂടുവാണ്, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ റിമൈൻഡ് ചെയ്യിക്കും. And this term is called the rate of appearance of HI. ആ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രം ദ ഇക്വേഷൻ ഇറ്റ് ഈസ് വെരി 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 ക്ലിയർ ദാറ്റ് ഒരു മോൾ H2 റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ HI ഉണ്ടാവുക. അതായത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് H2ൻ്റെ ഇരട്ടിയാണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് HI. ഓക്കെ, സോ മേക്ക് ദീസ് ടു ഈക്വൽ. ഇതിനെ രണ്ടിനെ നിങ്ങൾക്ക് ഈക്വൽ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡിവൈഡ് ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് HI by 2. ഓക്കെ, എന്തുകൊണ്ടാണ് 2 വെച്ച് ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സോ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇഫ് യു ഹാവ് എ കോഎഫിഷ്യൻറ്റ്, നിങ്ങൾ ആ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസിനെ അല്ലെങ്കിൽ അപ്പിയറൻസിനെ ആ കോഎഫിഷ്യൻ്റ് കൊണ്ടും കൂടെ ഒന്ന് എന്ത് ചെയ്തിരിക്കണം? ഡിവൈഡ് ചെയ്തിരിക്കണം വെൻ യു എക്സ്പ്രസ് ദി റേറ്റ്. ഓക്കെ, സോ കോഎഫിഷ്യൻ്റ് വെച്ചിട്ടുള്ളൊരു റെസിപ്രോക്കൽ ഓഫ് കോഎഫിഷ്യൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അന്നേ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അതായത് റേറ്റ് ഓഫ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? സോ ബേസിക്കലി ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ആ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു H2 ആയാലും വിത്ത് റെസ്പെക്ട് ടു I2 ആയാലും വിത്ത് റെസ്പെക്ട് ടു HI ആയാലും സെയിം ആയിരിക്കണം. അല്ലാതെ HI വെച്ച് നോക്കുമ്പോൾ ഒരു റേറ്റും I2 വെച്ച് നോക്കുമ്പോൾ വേറെ റേറ്റും H2 വെച്ച് നോക്കുമ്പോൾ മറ്റൊരു റേറ്റും കിട്ടിയാൽ അതൊരു റിയാക്ഷൻ റേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. സോ വിത്ത് റെസ്പെക്ട് ടു H2 ആയാലും ശരി, I2 ആയാലും ശരി, HI ആയാലും ശരി, റേറ്റ് സെയിം ആയിരിക്കണം. ടു മേക്ക് ദ 2 റേറ്റ്സ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്തു? കോഎഫിഷ്യൻ്റ് വെച്ച് ഡിവൈഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, നിങ്ങളൊരു റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നൗ ലെറ്റ് us മൂവ് ടു അവർ ക്വസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ ചോദ്യം ഒന്ന് നോക്കാം എന്നാ ചോദിച്ചിരിക്കുന്നതെന്ന്. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ N2 plus 3H2 gives 2NH3. The correct option is, okay. യെസ്, അപ്പോൾ ഇതിൻ്റെ ഇക്വാലിറ്റി വെച്ചിട്ട് എഴുതാനുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇക്വാലിറ്റി ആദ്യം ഒന്ന് എഴുതി നോക്കാം. എല്ലാവരും അവനവൻ്റെ കൺസെപ്റ്റ് വെച്ച് ഇക്വാലിറ്റി എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം മാത്രം. ഞാനുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. സോ വിത്ത് റെസ്പെക്ട് rate of this reaction, rate equal to change in concentration of N2 divided by change in time equal to 1/3 change in concentration of H2 by change in time, right? Is equal to 1/2 change in concentration of NH3 by change in time. Is that correct? Yes, it is. Now, ഇതുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനം നമുക്കിതിൽ ഏതാണെന്ന് നോക്കാം. ഓക്കെ, -1/3 H2, yes, -1/3 change in concentration of H2 by change in time is equal to -1/2 എന്ന് കൊടുത്തിരിക്കുന്നു. -1/2 വേണോ NH3ക്ക്? വേണ്ട. സോ ഇതല്ല നമ്മുടെ ഓപ്ഷൻ. ഇത് നോക്കൂ, -N2 by change in concentration of N2 by dt കറക്റ്റ് ആണ്. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്ന് കൊടുത്തിരിക്കുന്നു. 2 ഇൻറ്റു ആണോ? അല്ല, 1/2 ആണ്. ഓക്കെ, സോ അതും അല്ല. നൗ യെസ്, ഇത് കറക്റ്റാണ് അല്ലേ? -dN2 by dt is equal to 1/2 dNH3 by dt. കറക്റ്റ്. ഇതെന്താണ്? ഇത് തെറ്റാണ്. 1/3 ആവണമായിരുന്നു, -1/3 ആവണമായിരുന്നു, എന്നാലേ അത് ശരിയാവുണ്ടായിരുന്നുള്ളൂ. സോ ഇതും തെറ്റാണ്. ബേസിക്കലി നമ്മുടെ കറക്റ്റ് ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി അല്ലേ? ഓക്കെ, സോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളെ എവിടെ നിന്ന് കിട്ടലുണ്ട്? നമുക്ക് കൈനറ്റിക്സിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. For the reaction N2O2 gives 2NO2 plus half O2, the value of rate of disappearance of N2O2 O5. Okay, rate of disappearance of N2O5. So എന്തിൻ്റെ വിലയാണ് തന്നിരിക്കണേ? മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2O5 by change in time അല്ലേ? യെസ്, ചേഞ്ച് ഇൻ ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 6.25 ഇൻറ്റു 10⁻³ ആണെന്ന്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 ആൻഡ് O2.
നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2ഉം O2ഉം. അതായത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 എന്ന് പറയുന്നത് dNO2/dt. അതുപോലെ തന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കണം? DO2/dtയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഇതുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കുള്ള റിലേഷൻഷിപ്പ് എന്നാ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ടാണ് അവർ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഫ്രം ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനുള്ളതേ ഉള്ളൂ. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാനൊന്ന് എടുത്തെഴുതാം. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. എന്താണ്? N2O5 gives 2NO2 plus half O2 അല്ലേ? ദിസ് ഈസ് ഇറ്റ്. ഇതാണ് ഇത് ഇക്വേഷൻ അല്ലേ? യെസ്, ഇതാണ് ഇക്വേഷൻ. സോ നൗ ഫ്രം ദ ഇക്വേഷൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 is equal to half into change in concentration of NO2/dt അല്ലേ? അല്ലെങ്കിൽ റേറ്റ് ഓഫ്, നമുക്ക് ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഓഫ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2. NO2ൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസിൻ്റെ പകുതി മാത്രമാണ് എന്ത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5. ഓക്കെ, then half O2, what is the relationship? അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതിയേക്കാം. ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലേ, മൾട്ടിപ്ലൈ ചെയ്യണമെന്നാ. സോ 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് O2/dt. ഓക്കെ, സോ നൗ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കൺഫ്യൂസ് ആക്കണ്ട നിങ്ങൾ. നോക്കിക്കേ, മൈനസ് ദി N2O5/dt ഇസ് ഈക്വൽ ടു 1/2 NO2/dt ആന്നേ. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ്, നമുക്കിതെല്ലാം കണ്ടുപിടിക്കണ്ടേ? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് അല്ലേ? സോ യു ക്യാൻ റൈറ്റ് change in concentration of NO2 by change in time is equal to 2 into rate of disappearance of N2O5. Okay, so rate of disappearance of N2O5 question തന്നിട്ടുണ്ട്. എത്രയാണ്? 6.25 into 10 raised to 3. ഓക്കെ, എത്രയാണ്? 6.25 into 10 raised to 3 ആണ്. So that is equal to 6.25. You will get around 1.2 into 10 raised to 4 അല്ലേ? You will get around this. Okay, change in rate of appearance of NO2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് ഇത് കിട്ടും. ആൻഡ് അടുത്തത് ഏതാണ്? rate of appearance of O2. What is the relationship? Rate of disappearance of N2O5 is equal to 2 into rate of appearance of O2. ശരിയല്ലേ? Yes. That means change of appearance അല്ലെങ്കിൽ rate of appearance of O2 is equal to 1/2 into rate of disappearance of N2O5. Rate of disappearance of N2O5 എന്ന് പറയുന്നത് 6.25 into 10 raised to 3. So it is around 3.1 into 10 raised to 3. Okay. ഒന്നാമത്തത് 1.2 into 10 raised to 4 അറൗണ്ടും അടുത്തത് 3.1 into 10 raised to 3 അറൗണ്ടും കിട്ടണം. നമ്മുടെ ഓപ്ഷനിൽ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ 6.25 into 10 raised to 3 ഇല്ല, ഉറപ്പായിട്ടും അല്ല. അടുത്ത ഓപ്ഷൻ 1.25 into 10 raised to -2. Is it -3? Yes, it was -3. ഞാൻ 3 ഇട്ടിട്ടാണ് അല്ലേ ചെയ്തത്? ഓക്കെ, so it is -3
-3 എന്ന് പറയുമ്പോഴത്തേക്കും 1.2 എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? -2 വരും അല്ലേ? ഒന്ന് കൂടണ്ടേ? നേരത്തെ 3 ആയിരുന്നപ്പോൾ 4 ആയി. ഇവിടെ -3 ആകുമ്പോൾ ഒന്ന് കൂടുക എന്ന് പറഞ്ഞാൽ -2. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെയും -3 ആണ്. സോ 3.1 ഇൻറ്റു 10⁻³ അത്രയേ ഉള്ളൂ, വേറെ ചേഞ്ച് ഒന്നുമില്ല. സോ 1.2 ഇൻറ്റു 10⁻², 1 3.1 ഇൻറ്റു 10⁻³ സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ ആണേ? കിട്ടിയായിരുന്നോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ലേ? ജസ്റ്റ് അവരുടെ ഇക്വാലിറ്റി എഴുതി ആ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 3A gives 2B. Rate of reaction dB/dt is equal to. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. ഇക്വാലിറ്റി ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ. 1/3 -1/3 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതല്ലേ അതിൻ്റെ റേറ്റിൻ്റെ ഇക്വാലിറ്റി ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? dB/dt എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? dB/dt വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ dB/dt ഈസ് ഈക്വൽ ടു -2/3. ഈ 2 ഇവിടെ വരും അല്ലേ? -2/3 dA/dt അല്ലേ? -2/3 dA/dt. -3/2 ആണോ? അല്ല, -2/3 dA/dt. യെസ്, ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, -2/3 dA/dt ഈസ് യുവർ ആൻസർ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യനാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The correct difference between a first order reaction and a second order reaction. First order reaction ടെയും second order reaction ടെയും കറക്റ്റ് ഡിഫറൻസ് എന്നാന്നാണ് ചോദിക്കുന്നത്. എന്നാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും സെക്കൻഡ് ഓർഡർ റിയാക്ഷനും? നമ്മുടെ റേറ്റ് എക്സ്പ്രഷനിൽ അല്ലേ? നമ്മുടെ റേറ്റ് എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ സമ്മ് കൂട്ടിയെടുത്താൽ കിട്ടുന്ന സാധനമാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട്, ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമാക്കുന്നുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ റേറ്റിന് എന്നാ ചേഞ്ച് വരും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഒരു റിയാക്ഷൻ്റെ ഒരു റിയാക്ടൻ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. ഇപ്പോൾ ഒരു A+B അല്ലെങ്കിൽ A gives B ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വെക്കുക. A gives B. ഇതിൽ നമ്മൾ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി, അപ്പോൾ റേറ്റും ഡബിളായി. സോ നമ്മൾ പറയും വിത്ത് റെസ്പെക്ട് ടു എ ദ റിയാക്ഷൻ ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണെന്ന് പറയും? ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറയും. അതായത് എയുടെ റേറ്റ് ഡബിൾ അല്ലെങ്കിൽ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോൾ റേറ്റും ഡബിളായാൽ. ഓക്കെ, ഇനി എയുടെ കോൺസെൻട്രേഷൻ ഡബിളാക്കി, റേറ്റ് 4 times ആയി. അപ്പോൾ നമ്മൾ പറയും വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു എ ആ റിയാക്ഷൻ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് എന്ന് പറയും. ഓക്കെ, സോ ബേസിക്കലി ഓർഡർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ വാട്ട് ഈസ് ദ ഡിപ്പെൻഡൻസി ഓഫ് റേറ്റ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് എ പർട്ടിക്കുലർ റിയാക്ടൻ്റ്, അതിനാണ് നമ്മൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ബേസിക്കലി അത്രയേ ഉള്ളൂ. ഒരു ഡെഫിനിഷനായിട്ട് പറയാനാണെങ്കിൽ എന്താ പറയുക? നമ്മുടെ റേറ്റ് എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ പവറുകളുടെ സമ്മിനെ ആണ് നമ്മൾ ഓർഡർ എന്ന് പറയുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പർട്ടിക്കുലർ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡബിൾ ചെയ്യുന്നു അല്ലെ ട്രിപ്പിൾ ചെയ്യുന്നു, അപ്പോൾ റേറ്റിൽ എന്നാ സംഭവിക്കുന്നു, അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? ഓക്കെ, സോ ഫൈൻ. ഇത് നോക്കിയേ, വായിച്ചേ. The correct difference between first order and second order reaction. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, the rate of a first order reaction does not depend on reactant concentration. The rate of a second order reaction does depend on reactant. ഫസ്റ്റ് ഓർഡർ ആയാലും ശരി സെക്കൻഡ് ഓർഡർ ആയാലും ശരി റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അത് തെറ്റാ. ഓക്കെ, ബി നോക്കുക. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. Half life of a second order reaction does depends on initial concentration. Yes, അത് കറക്റ്റാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ നമുക്ക് നോക്കാം. എന്തായാലും ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ സെക്കൻഡ് ഓർഡറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, അടുത്തത്
The rate of a first order reaction does depend on reactant concentration. Rate of a second does not depend on. Of course അല്ല, എല്ലാ ഓർഡറും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫ് പീരീഡ് ആണ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ആരുടെ? ഫസ്റ്റ് ഓർഡറിൻ്റെ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ക്യാൻ ബി കാറ്റലൈസ്ഡ്. എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ കനോട്ട് ബി കാറ്റലൈസ്ഡ്. അങ്ങനെയൊന്നുമില്ല. എനി ഓർഡർ റിയാക്ഷൻസ് ക്യാൻ ബി കാറ്റലൈസ്ഡ്. ഓക്കെ, സോ ബേസിക്കലി ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് കൂടെ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ സർട്ടൺ റിയാക്ഷൻ the rate is equal to k into concentration. എയുടെ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ, അതായത് വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ഷൻ ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. b raised to 1. That means b with respect to b rate of with respect to b this reaction is a first order reaction. Okay. When initial concentration of A is tripled, keeping concentration of B constant, the initial rate would be. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇത്രയേ ചെയ്യാനുള്ളൂ. റേറ്റ് 1 എന്ന് പറയുന്നത് എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ എ ആയിട്ട് തന്നെ എടുക്കുക, സ്ക്വയർ ചെയ്യുന്നു ബി. ഓക്കെ. രണ്ടാമത്തെ റേറ്റ് 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? എയുടെ കോൺസെൻട്രേഷനെ 3 ടൈംസ് ആക്കി എന്നാണ് പറയണത് അല്ലേ? 3 ടൈംസ് എ ഇനിഷ്യലി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ്റെ 3 ടൈംസ് ആക്കി, സ്ക്വയർ ഇൻറ്റു ബി. സോ യു വിൽ ഗെറ്റ് R2 is equal to K into 3 square 9 A square B അല്ലേ? സോ ഈ 9നെ ഞാൻ ആദ്യം കൊണ്ടുവരുവാണേ. 9 into K A square B, right? R2 equal to, what is K A square B? That is R1, right? So R2 is equal to 9 R1. So basically എത്ര ടൈംസ് കൂടി? 9 ടൈംസ് കൂടി. ഉണ്ടോ എന്ന് നോക്ക്. ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 6 ആണോ? അല്ല. പെട്ടെന്ന് നമുക്ക് വേണേൽ 6 ആണെന്ന് തോന്നും, പക്ഷേ 6 അല്ല, 9 ആണ്. ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 9. കറക്റ്റ്. യെസ്, യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, 9 ടൈംസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. സെറ്റല്ലേ? പറഞ്ഞാലും മനസ്സിലായില്ലേ? യെസ്. ബാക്കി ഓപ്ഷൻ ഒന്നും നോക്കണ്ട, നമ്മുടെ ഓപ്ഷൻ കിട്ടി. അടുത്തത് നോക്കിക്കേ. ഇൻ എ റിയാക്ഷൻ A plus B gives product, rate is doubled when concentration of B is doubled. അത് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞായിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ഒരു സാധനം ഡബിൾ ചെയ്ത് റേറ്റ് ഡബിൾ ആയാൽ വിത്ത് റെസ്പെക്ട് ടു ആ സാധനം റിയാക്ഷൻ്റെ ഓർഡർ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. നമുക്ക് കാണാൻ പറ്റും റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എയുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല, ബിയുടെ അവസ്ഥ ഇപ്പോൾ തൽക്കാലം നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ ഫസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ബി ഈസ് ഡബിൾഡ് ആൻഡ് റേറ്റ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 8 when concentration of both the reactants are doubled. ഓക്കെ, അപ്പോൾ എയുടെ നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. എയുടെ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ബിയുടെ നമുക്ക് കിട്ടി, ഫസ്റ്റ് ഓർഡർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടുപേരെയും ഡബിൾ ആക്കിയപ്പോൾ എന്ത് ചെയ്തു? സോ രണ്ടുപേരെയും ഡബിൾ ആക്കുവാണേ. റേറ്റ് 2 എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ എന്താക്കി? ഡബിൾ ആക്കി. x ഇൻറ്റു 2 ഇൻറ്റു p raised to, യെസ്, രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ആക്കി. എയുമായിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു എ നമുക്കറിയത്തില്ല. ഇത് ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് 8 ടൈംസ് കൂടി എന്നാണ് പറയണേ. ഓക്കെ, എത്ര ടൈംസ് കൂടി? 8 ടൈംസ് കൂടി. അതായത് അതായത് 8 ടൈംസ് കൂടി എന്ന് പറയുമ്പോഴത്തേക്കും 2 raised to x into 2 ഇത് 8 ആണ്. ദാറ്റ്സ് ഇറ്റ്. ശരിയല്ലേ? നോക്കിയേ നിങ്ങൾ എന്താ സംഭവിച്ചേ? കെ ഇൻറ്റു 2 raised to x A raised to x, ഈ ഒരു 2 കൂടെ 2 B അല്ലേ? നമ്മുടെ ഇനിഷ്യൽ റേറ്റ് ഇതായിരുന്നു. കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു 1 ആയിരുന്നു. സോ നോക്കിയാൽ നിങ്ങൾ കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു 1 മിച്ചമുള്ളത് എന്താ? 2 റേസ് ടു എക്സ്. സോ 8 എന്ന് പറയുന്നത് 2 റേസ് ടു എക്സ് ഇൻറ്റു 2. ശരിയല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞാലും മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെ അങ്ങനെ എഴുതിയെന്ന് കിട്ടിയല്ലോ. നൗ യു തിങ്ക് ദാറ്റ് ഈസ് 2 റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 8/2 4 എന്ന് വരും. ആൻഡ് യു നോ ദ ആൻസർ നൗ. എക്സ് ഇസ് ഈക്വൽ ടു 2 raised to 2 equal to 4. കറക്റ്റ്. ചെയ്തത് മനസ്സിലായോ? എങ്ങനെയാണെന്ന് കിട്ടിയോ? ഐഡിയ വന്നോ? എങ്ങനെയാണ് ചെയ്തേ? വളരെ സിമ്പിളാണ്. നമ്മളോട് അവർ പറഞ്ഞിരിക്കുക നമ്മുടെ റേറ്റ്, ഒന്നാമത്തെ റേറ്റ് എന്ന് പറയുന്നത് കെ
എയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ തേർഡ് ഓർഡർ ആണോ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ഇട്ടു? എക്സ് എന്ന് ഇട്ടു. ബിയുമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കിയേ? ഡബിൾ ചെയ്തപ്പോൾ ഡബിൾ ആയി എന്ന് പറഞ്ഞു. ഡബിൾ ചെയ്തപ്പോൾ ഡബിൾ ആയ ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. സോ ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ. നൗ രണ്ടാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു, അവർ പറഞ്ഞു, നമ്മളല്ല പറഞ്ഞേ, ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? രണ്ടുപേരുടെയും റേറ്റിനെ ഇവർ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? രണ്ടുപേരുടെയും റേറ്റിനെ ഇവർ ഡബിൾ ചെയ്തു. ഓക്കെ, സെറ്റ്. രണ്ടുപേരുടെയും റേറ്റിനെ അവർ ഡബിൾ ചെയ്തു. സെറ്റാന്നേ? കുഴപ്പമൊന്നുമില്ലേ? ഒന്നുമില്ല. റേറ്റിനെ അവർ ഡബിൾ ചെയ്തപ്പോൾ നമ്മുടെ R1നെ, ഇതിന് നമ്മൾ റേറ്റ് 1 എന്നും ഇത് റേറ്റ് 2 എന്നും എടുക്കുവാണെങ്കിൽ R1നെക്കാട്ടിലും R2 8 മടങ്ങ് കൂടി എന്നാണ് പറയണേ. ഓക്കെ ആന്നേ? അതായത് ഇവിടെ നോക്കിക്കേ എങ്ങനെയാണ് വരുന്നേ? ഈ 2x ഞാൻ വെളിയിലെടുത്തേ, 2x. ഈ 2:1നെയും ഞാൻ വെളിയിലെടുക്കുവാണേ, 2:1. ഈ k പിന്നെ ഞാൻ എഴുതുക k. ഇവിടെ മിച്ചം എന്നാ ഉണ്ട്? a⁻x. ഇവിടെ എന്നാ ഉണ്ട്? b. അന്നേ ഒരു സംശയമില്ലേ? ആൻഡ് വാട്ട് ഈസ് k⁻xb? k⁻xb വാട്ട് ഈസ് ദിസ്? റേറ്റ് 1 അല്ലേ? ആണോ? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സോ ഞാൻ അവിടെ റേറ്റ് 1 എഴുതിക്കോട്ടെ. റേറ്റ് 1. നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? റേറ്റ് 1ന്റെ 8 മടങ്ങാണ് റേറ്റ് 2 എന്ന്. സോ ബേസിക്കലി ഇപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയേ? റേറ്റ് 2 = 2x × 2:1 റേറ്റ് 1. ദാറ്റ് മീൻസ് 2x × 2:1 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 2x എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 ആണ് കിട്ടും. ദാറ്റ് മീൻസ് x = 2. സോറി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ ബേസിക്കലി നൗ വാട്ട് ഈസ് ദ റേറ്റ് എക്സ്പ്രഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നതാണ് റേറ്റ് എക്സ്പ്രഷൻ? വിത്ത് റെസ്പെക്ട് ടു റേറ്റ്, സോറി, വിത്ത് റെസ്പെക്ട് ടു A it is a second order reaction, and with respect to B it is a first order reaction. So your rate expression is K into concentration of A square into concentration of B. Option D. നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണ്. പറഞ്ഞ ആരും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. നൗ സീ ദിസ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ ഓർഡർ എന്ന് പറയണത് ഇറ്റ്സ് എ എക്സ്പെരിമെൻ്റൽ ഫാക്ട്. ഓക്കെ, നിങ്ങളൊരു എന്തിൽ നോക്കുന്നത് കൊണ്ട്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നോക്കുന്നതുകൊണ്ടോ ബാക്കി എന്തിലെങ്കിലും നോക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? റേറ്റ് കിട്ടത്തില്ല. റേറ്റ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു എക്സ്പെരിമെൻ്റൽ ഫാക്ടറാണ്. ഓക്കെ, സോ ദാ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് നടത്തി വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഓർഡർ കണ്ടുപിടിക്കാൻ. ഓക്കെ അന്നേ? ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി അതിനകത്തുനിന്ന് ഇങ്ങനെ കുറേ വാല്യൂവും കിട്ടിയാൽ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ എ വിത്ത് റെസ്പെക്ട് ടു എ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? എയുടെ കോൺസെൻട്രേഷനെ ചേഞ്ച് ചെയ്യും, കീപ്പിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കും അവിടെ എയുടെ കോൺസെൻട്രേഷന് മാറ്റം വന്നപ്പോൾ ഇവിടെ എന്നാ മാറ്റമാണ്, റേറ്റിൽ എന്നാ മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ എന്താണ് ഡിപ്പെൻഡൻസി എന്ന് പ്രഡിക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഐഡിയ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നമുക്ക് എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യണം. എയുടെ 1ഉം 2ഉം റൺ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും റൺ എടുത്തു കഴിഞ്ഞാൽ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഇതെടുക്കാം. പക്ഷേ ഇവിടെ നോക്കി എന്താ പ്രശ്നം? ഇവിടെ ബിയുടെ കോൺസെൻട്രേഷനും ചേഞ്ച് ആവുക, എയും മാറുക ബിയും മാറുക. പിന്നെ നമ്മൾ എങ്ങനെ അത് എന്തെങ്കിലും ഒന്ന് പ്രഡിക്റ്റ് ചെയ്തെടുക്കും. സോ അത് പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നിനെ വി ഹാവ് ടു കീപ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ 1ഉം 3ഉം നോക്കിയാലും എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ അപ്പം ബിയും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതും എടുക്കാൻ പറ്റത്തില്ല. നൗ 1ഉം 4ഉം നോക്കിക്കേ. 1ഉം 4ഉം നോക്കുന്ന സമയത്ത് യെസ്, ബിയുടെ കോൺസെൻട്രേഷൻ ഈസ് റിമൈനിങ് സെയിം 0.1. പക്ഷെ എയുടെ കോൺസെൻട്രേഷൻ 0.1 0.4. യെസ്, മതി, ധാരാളം മതി. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ 4 ടൈംസ് ആക്കി. ഓക്കെ, ബിയുടെ കോൺസെൻട്രേഷൻ സെയിം ആക്കി നിർത്തി, കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. റേറ്റിന് എന്നാ മാറ്റമാണ് മക്കളെ വന്നിരിക്കുന്നത്? നോക്കിക്കേ, 6 × 10⁻³ 2.4 × 10⁻⁻4 ആയിരിക്കുന്നു, അല്ലെങ്കിൽ 24 × 10⁻³ ആയിരിക്കുന്നു. അതായത് വെൻ യു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ 4 ടൈംസ്
റേറ്റിന് എന്നാ മാറ്റം ഉണ്ടായിരിക്കുന്നത്? റേറ്റും 4 times കൂടിയിരിക്കുകയല്ലേ. സോ റേറ്റും എന്തായി? 4 times ആയി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡബിൾ ആക്കി ഡബിൾ ആയാൽ, ട്രിപ്പിൾ ആക്കി ട്രിപ്പിൾ ആയാൽ, 4 times ആക്കി 4 times ആയാൽ ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ടൻ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഓക്കെ, സോ ഇവിടെ 4 times ആക്കി 4 times ആയി. വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ എത്രയാ? 1. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ 1 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒഴിവാക്കാവുന്ന ഓപ്ഷൻസിനെയൊക്കെ അങ്ങ് ഒഴിവാക്കുക. സോ നൗ വി ഹാവ് ഓൺലി 2 ഓപ്ഷൻസ് റിമൈനിങ് ബി ആൻഡ് ഡി. ഓക്കെ, നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ബി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ബി നിങ്ങളിവിടെ നോക്കിക്കേ മക്കളെ. ദാ 2ഉം 3ഉം റണ്ണ് നിങ്ങൾ എടുത്താൽ, 2ഉം 3ഉം റണ്ണ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എയുടെ കോൺസെൻട്രേഷൻ ഈസ് റിമൈനിങ് സെയിം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. സോ 2ലും 3ലും എയുടെ കോൺസെൻട്രേഷൻ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. ബിയുടെ കോൺസെൻട്രേഷനോ 2 times ആയി. എത്ര ആയിടാ മക്കളെ? 2 times. ഓക്കെ, സോ ഡബിൾ ആക്കി. 2 times അല്ലെങ്കിൽ ഡബിൾ ആയി. ഓക്കെ, ബിയുടെ കോൺസെൻട്രേഷൻ ഈസ് ഡബിളിങ്, എയുടെ കോൺസെൻട്രേഷൻ റിമൈൻസ് ദ സെയിം. റേറ്റിന് എന്നാ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേടാ മക്കളെ. റേറ്റ് എന്നാ സംഭവിക്കുന്നത്? 7.2 × 10⁻²ൽ നിന്ന് 7.2 × 10⁻²ൽ നിന്ന് 2.8 × 10⁻1 ആയിരിക്കും, അല്ലെങ്കിൽ 28.8 × 10⁻1 ആയിരിക്കുക എന്നതാണ് റിലേഷൻഷിപ്പ്. 7.2 × 10⁻²ൽ നിന്ന് 28.8 × 10⁻²ലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്തുവാ? 4 times അല്ലേ ആയിരിക്കുന്നേ? 4 times അല്ലേ ആയിരിക്കുന്നേ? സോ ബേസിക്കലി ബിയുടെ കോൺസെൻട്രേഷൻ നിങ്ങൾ 2 times ആക്കിയപ്പോൾ റേറ്റ് എത്ര ആയടാ? 4 times ആക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡബിൾ ചെയ്ത് ഡബിൾ ആയാൽ ഫസ്റ്റ് ഓർഡർ, ഡബിൾ ചെയ്ത് 4 times ആയാൽ second order. So with respect to B, the order of reaction is second order. Okay, so our option is option D. നമ്മുടെ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ ഡി ആണ്. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഓക്കെ ആണോ? സോ ഇത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനത്തെ ടാബുലാർ കോളൊക്കെ കാണുമ്പോൾ പിള്ളേർ വിചാരിക്കും ഇത് എന്തോ വലിയ ആനക്കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടിട്ട് പോവും. അങ്ങനെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ കണ്ടുപിടിക്കാൻ എയെ ചേഞ്ച് ചെയ്ത് ബി എ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി റേറ്റിന് എന്നാ ചേഞ്ച് വന്നു എന്ന് നോക്കിയാൽ മതി. ഇനി വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ കണ്ടുപിടിക്കാൻ ബി എ ചേഞ്ച് ചെയ്ത് എയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി റേറ്റിന് എന്നാ ചേഞ്ച് വന്നു എന്ന് നോക്കിയാൽ മതി. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. യെസ്, സെയിം കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ഫോർ യുവർ എന്താ പറയുക, നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, നിങ്ങളുടെ ഹോംവർക്കാണ്, സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, for a reaction A plus B gives product, it is observed that on doubling the initial concentration of A only, the rate of reaction is also doubled. ഉത്തരം ആയി കഴിഞ്ഞു with respect to A എന്നാണ്. On doubling the initial concentration of A and B, there is a change of factor of 8 in the rate of the reaction. The rate of the reaction is given by. ഇതാണ് ക്വസ്റ്റ്യൻ. ഹോംവർക്കാണ്, മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്തിട്ട് ഉത്തരം പറയുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട്. ഇനി വളരെ കുഞ്ഞി സ്റ്റേറ്റ്മെൻറ്റ് മോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട്, ഓർഡർ മോളിക്കുലാരിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ യെസ്, സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ആ പുസ്തകമൊക്കെ ഒന്ന് വായിക്കുക. ഓർഡർ ബേസ് ചെയ്തിട്ട് മോളിക്കുലാരിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ വരിക. ഓക്കെ, സോ അതർ ദാൻ ദാറ്റ് ഒരു പ്രോബ്ലം സൈഡിൽ, ഒരു ന്യൂമറിക്കൽ സൈഡിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ആദ്യത്തെ 2 പോർഷൻസ്, അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻസും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റിൽ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു തരം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് പോസിബിലിറ്റി ഉണ്ട്. നന്നായിട്ട് പുസ്തകം എന്ത് ചെയ്യണം? വായിക്കണം. ആ ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയുടെയും ഒക്കെ ഏരിയ കേട്ടോ. ഓക്കേടാ മക്കളെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസ്ണിംഗ്.